ഹായ് ഓൾ, എല്ലാവർക്കും സൈലന്റ് ടെക്നിക്കലിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് RRB JEE എക്സാം വരാൻ പോവാണ് അല്ലേ. ഇനി നമ്മളെല്ലാവരും കാത്ത് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന ഒരു എക്സാമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ള ഒരു എക്സാമാണ് അല്ലേ ഈ RRB JEE എന്ന് പറയുന്നത്. അപ്പോൾ അത് CBT 1 CBT 2 എന്ന് പറയുന്ന രീതിയിലാണ് എക്സാം നടക്കാറുള്ളത്. അപ്പോൾ CBT 2ലേക്ക് പോകുമ്പോൾ നമുക്ക് ടെക്നിക്കൽ കുറേ പോർഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നോക്കി കഴിയുമ്പോൾ അതിൽ നമുക്കറിയാം ഏതൊരു എക്സാം ആണെങ്കിലും ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചുള്ള ചോദ്യങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണെങ്കിൽ ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തെർമോഡൈനാമിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം തെർമോഡൈനാമിക്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏത് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഓപ്ഷൻ എ മെൽറ്റിംഗ് പോയിന്റ്, ഓപ്ഷൻ ബി വോളിയം, ഓപ്ഷൻ സി ബോയിലിംഗ് പോയിന്റ്, ഓപ്ഷൻ ഡി ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് നോക്കി. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇന്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇന്റൻസീവ് മീൻസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്, എക്സ്റ്റെൻസീവ് മീൻസ് എന്താണ്? ഡിപെൻഡന്റ് ഓഫ് മാസ് അല്ലേ. നമുക്ക് വേണ്ടത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷനുകൾ ഏതാണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇത് നോക്കിയ സമയം നമുക്ക് ഇത് എല്ലാവരും എന്ത് ചെയ്യും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികൾ എന്ന് പറഞ്ഞിട്ട് കുറേ പ്രോപ്പർട്ടികൾ പഠിച്ചു വെക്കും. അതേപോലെ ഇന്റൻസീവ് പ്രോപ്പർട്ടികൾ എന്ന് പറഞ്ഞിട്ട് കുറേ പ്രോപ്പർട്ടികളാണ് കാണാതെ പഠിച്ചു വെക്കും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല മക്കളെ. അപ്പോൾ ഇത് നമുക്ക് എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടികളിൽ നിന്ന് നമുക്ക് എക്സ്റ്റെൻസീവിനും ഇന്റൻസീവിനും മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞു തരാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാനിവിടെ ഒരു റൂം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഒരു റൂം കൺസിഡർ ചെയ്തു. ആ റൂം കൺസിഡർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഒരു റൂം ഇപ്പോൾ ഒരു ഫിക്സഡ് വോളിയം ഉള്ള റൂമാണെന്ന് കരുതാൻ, ഫിക്സഡ് വോളിയം ആയിട്ടുള്ള ഒരു റൂമാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ അവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ അതിലേക്ക് കുറച്ച് വാട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ റൂമിൽ കുറച്ച് വാട്ടർ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫില്ല് ചെയ്ത വാട്ടറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? അതിലെ മെൽറ്റിംഗ് പോയിന്റ്, ഞാൻ ആ ഒരു വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റ്, അതിനുള്ളിലുള്ള ഏത് സബ്സ്റ്റൻസ് ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? മെൽറ്റിംഗ് പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ഞാൻ എന്ത് ചെയ്തു? അതേപോലെ തന്നെ ആ ഒരു റൂമിന്റെ വോളിയം ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, വോളിയം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് അതിന്റെ ആ പറഞ്ഞിട്ടുള്ള അതിലുള്ള ആ വാട്ടർ ആണ്, വാട്ടർ മോളിക്യൂൾസിന്റെ ബോയിലിംഗ് പോയിന്റും ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ദെൻ അടുത്ത എന്താണ്? അടുത്ത പറയുന്നത് ഡെൻസിറ്റി ആണ് അല്ലേ. ഡെൻസിറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഡെൻസിറ്റി ഞാൻ ഇതേപോലെ തന്നെ ഡെൻസിറ്റി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഡെൻസിറ്റിന്റെ കാര്യം സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ പറഞ്ഞ ആ ഒരു റൂം ഞാൻ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ഈക്വൽ ഹാഫ് പോർഷനാക്കി മാറ്റി. ഹാഫ് പോർഷനാക്കി മാറ്റുമ്പോൾ മക്കളെ അവിടെ എന്താ സംഭവിക്കുക? അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു റൂമിലെ ഈക്വൽ ആയിട്ട് പകുതിയാക്കി മാറ്റുമ്പോൾ ഒബ്വിയസ്ലി അവിടുത്തെ എന്ത് സംഭവിക്കും? അവിടെയുള്ള വോളിയം എന്താവുന്നുണ്ട്? ഈക്വൽ ആയിട്ട് രണ്ടായി മാറി, 2 വോളിയം ആയിട്ട് മാറി. അപ്പോൾ ഈ ഭാഗത്തെ വോളിയം എന്ന് പറയുന്നത് V/2 എന്ന് നമുക്ക് കിട്ടും. അതേപോലെ ഇപ്പുറ സൈഡിലെ വോളിയം നമുക്ക് V/2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, മെൽറ്റിംഗ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാല് നമുക്കിനി ഈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏത് മോളിക്യൂൾ ഏത് ഭാഗത്ത് എവിടെ പോയി നോക്കിയാലും മെൽറ്റിംഗ് പോയിന്റ് മാറ്റം വരുമോ? ഇപ്പൊ അവിടെ വോളിയം പകുതിയാക്കി, അല്ലെങ്കിൽ അവിടെയുള്ള പകുതി വോളിയത്തിലേക്ക് മാറ്റി, അല്ലെങ്കിൽ മാസ് പകുതിയാക്കി എന്ന് കരുതിയിട്ട്, റൂമിനെ പകുതിയാക്കി എന്ന് കരുതിയിട്ട് ആ പകുതിയാക്കിയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിന്റെ മെൽറ്റിംഗ് പോയിന്റ് മാറുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴും മെൽറ്റിംഗ് പോയിന്റ് അങ്ങനെ തന്നെ കിട്ടി, ഇവിടെ നോക്കിയപ്പോഴും മെൽറ്റിംഗ് പോയിന്റ് അതേപോലെ തന്നെ കിട്ടി. ഇതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റും വരിക അല്ലെ. ബോയിലിംഗ് പോയിന്റും സെയിം ആയിട്ട് നമുക്ക് കിട്ടി. ബോയിലിംഗ് പോയിന്റ് നമുക്ക് ഇവിടെയും ബോയിലിംഗ് പോയിന്റ് സെയിം ആണെന്ന് കിട്ടി, ഇവിടെയും ബോയിലിംഗ് പോയിന്റ് സെയിം ആണെന്ന് കിട്ടി. ഇനി ഡെൻസിറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഡെൻസിറ്റിന്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ? മാസ് ബൈ
മാസ് ബൈ വോളിയം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാസ് ബൈ വോളിയം ആണ് എന്തെന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഈ ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയപ്പോൾ ഫസ്റ്റത്തെ ഒന്നാമത്തെ കേസിലെ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അതൊരു 10 കിലോഗ്രാം ആണെന്ന് കരുതുക. അതേപോലെ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വോളിയം ഫോർ എക്സാമ്പിൾ അവിടെ ഒരു 4 മീറ്റർ ക്യൂബ് ആണ് അതിൻ്റെ വോളിയം എന്ന് കരുതുക. ഓക്കെ, 4 മീറ്റർ ക്യൂബ് അതിൻ്റെ വോളിയം, അതേപോലെ 10 അതിൻ്റെ മാസുമാണെന്ന് കരുതുക. ഓക്കെ അല്ലേ. അങ്ങനെ 10/4 എന്ന് പറയുന്നതായിരിക്കും അല്ലേ. 10/4 എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ, അത് നമുക്കെന്ത് കിട്ടും, 5/2 എന്ന് കിട്ടും അല്ലേ. 5/2 എന്ന് കിട്ടും അതിൻ്റെ. അതേപോലെ 2.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതിൽ സംശയമൊന്നുമില്ല അല്ലെ ഒന്നാമത്തെ കേസിൽ. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് ഞാൻ ഇവിടെ തന്നെ ചെയ്യാണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് ഞാൻ ഇതേപോലെ ഡെൻസിറ്റി അവിടെ കണ്ടുപിടിക്കാന്ന് കരുതുക. ഡെൻസിറ്റി കണ്ടുപിടിച്ചപ്പോൾ അവിടെ മാസ് ബൈ വോളിയം ആണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാസിനെ പകുതിയാക്കി അല്ലെ, അതിനുള്ള 2 പകുതിയാക്കി മാറ്റുന്ന ഈക്വൽ പാർട്ടാക്കി മാറ്റുന്ന സമയത്ത് അവിടെ മാസ് പകുതിയായിട്ടുണ്ട് അല്ലെ. ഒരു സൈഡിലും പകുതി മാസായി, അപ്പുറത്തെ സൈഡിൽ അതിന് ബാക്കിയുള്ള മാസും ഉണ്ടാവും, മാസ് പാർട്ടിക്കിൾസും ഉണ്ടാവും. അതേപോലെ തന്നെ വോളിയം നോക്കിയേ, വോളിയം എന്താവുന്നുണ്ട്, ഇത് പകുതിയായി മാറുന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന 10 എന്നുള്ളത് എന്തായി മാറും മക്കളെ, അത് ഈ കേസിലേക്ക് വരുമ്പോൾ 5 ആയി മാറും. വോളിയം 2 അല്ലെങ്കിൽ 4 എന്നുള്ളത് എന്തായി മാറി മക്കളെ, 2 എന്നായി മാറിയില്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മനസ്സിലായി 2.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് തന്നെ കിട്ടിയില്ലേ. 2.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് തന്നെ കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയ മക്കളെ, ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, മാസിനെ മാറ്റിയത് കൊണ്ട് അല്ലെങ്കിൽ മാസിനെ പകുതിയാക്കിയത് കൊണ്ട് അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നോ, വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ പറഞ്ഞുള്ള ഡെൻസിറ്റിയും എന്താണ്, ഒരു ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് പ്രോപ്പർട്ടിയാണ്. ദാറ്റ് മീൻസ് എന്താണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റിന്റെ കാര്യമോ ബോയിലിംഗ് പോയിന്റിന്റെ കാര്യമോ അതൊരു ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി ആണെന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഏക എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് ആരെയാണ്, വോളിയം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഏതെന്ന് പറയുന്നത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ. ഇതിങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. The working cycle of 2-stroke engine is completed in dash revolutions of crankshaft. ഒരു IC engines എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എ വരുന്നത് 2, ഓപ്ഷൻ ബി വരുന്നത് 4, ഓപ്ഷൻ സി വരുന്നത് 3, ഓപ്ഷൻ ഡി പറയുന്നത് 1. അപ്പോൾ നമുക്കറിയാം ഒരു 2-stroke സൈക്കിൾ എഞ്ചിനാ. 2-stroke സൈക്കിൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 സ്ട്രോക്കിന്റെ പിസ്റ്റന്റെ 2 സ്ട്രോക്കും അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രാങ്ക് ഷാഫ്റ്റ് ആ 2 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, പിസ്റ്റൻ 2 തവണ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുന്നുണ്ട്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അങ്ങനെയാണ് ഇവിടുത്തെ ആൻസർ എന്ത് വരും, 1 എന്നുള്ളത് അല്ലെ. ഓപ്ഷൻ ഡി 1 എന്നുള്ളതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇതിന്റെ കേസിൽ 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെന്ന് കരുതാ, ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെന്ന് കരുതാ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്ത് വരും മക്കളെ, എന്താ ചെയ്യുക, ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 തവണയായിരിക്കും അല്ലെ. 2 റെവല്യൂഷൻ കംപ്ലീറ്റ് ആവുന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഇവിടുന്ന് മനസ്സിലാക്കി പോകുക. ഓക്കെ അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, ഓട്ടോ സൈക്കിൾ ഈസ് എ കോൺസ്റ്റന്റ് ഡാഷ് സൈക്കിൾ. ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സൈക്കിൾ ആണ്, അല്ലെങ്കിൽ ഡാഷ് സൈക്കിൾ എന്ന് പറയുന്നു. ഓക്കെ, ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ടെമ്പറേച്ചർ സൈക്കിൾ, ഓപ്ഷൻ ബി എൻട്രോപ്പി, ഓപ്ഷൻ സി പ്രഷർ, ഓപ്ഷൻ ഡി വോളിയം. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി നമുക്കറിയാം, ഒരു ഓട്ടോ സൈക്കിളിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്നുള്ളത് ഈ പറഞ്ഞത് ഓട്ടോ സൈക്കിളിന് വേറൊരു പേരും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതെങ്ങനെയാണ് ആ പേര് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, അത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ഓട്ടോ സൈക്കിളിന്റെ PV ഡയഗ്രം നോക്കാം, TS ഡയഗ്രം കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രോസസ്സുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. അതേപോലെ തന്നെ അടുത്ത പ്രോസസ് ആണ് 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ ആണ്. അതേപോലെ 3 to 4 എന്നുള്ളത് എന്താണ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. ദെൻ 4 to 1 എന്ന് പറയുന്നത് എന്താണ് മക്കളെ, അത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്നുള്ളത് എന്താണ്, ഈ പറയുന്ന ഓട്ടോ സൈക്കിളിലേക്ക് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് ഏത് പ്രോസസ്സിലാണ് എന്നത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു സൈക്കിളിനെ മറ്റൊരു പേരിലും കൂടെ പറയാം, അതൊരു
കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയാം അല്ലെ. ഇവിടെ നോക്കിയേ, ഇത് കോൺസ്റ്റന്റ് വോളിയത്തിലല്ലേ ഒരു ഹീറ്റ് അഡിഷൻ നടന്നത് അല്ലെ. ഹീറ്റ് ആഡ് ചെയ്യപ്പെട്ടുള്ളത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്, അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ് നടക്കുമ്പോഴാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന് ആൻസർ എന്ത് വരും? ഇതിന് ആൻസർ എന്ത് വരും? ഓട്ടോ സൈക്കിൾ ഈസ് എ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ. കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു. കൺട്രോൾ വോളിയം ഇൻ എ തെർമോഡൈനാമിക് സിസ്റ്റം റെഫേഴ്സ് ടു ഓപ്ഷൻ എ സ്പെസിഫൈഡ് മാസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ, ഓപ്ഷൻ ബി മാസ് ദാറ്റ് മൂവ്സ് അക്രോസ് ദ ബൗണ്ടറി, ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് എനർജി അക്രോസ് ദ ബൗണ്ടറി, ഓപ്ഷൻ ഡി ഫിക്സഡ് റീജിയൻ ഇൻ സ്പേസ് ഫോർ തെർമോഡൈനാമിക് സ്റ്റഡി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് കൺട്രോൾ വോളിയം അല്ലെ. കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അതൊരു ഓപ്പൺ സിസ്റ്റത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ. ഓപ്പൺ സിസ്റ്റത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, അവിടെ എനർജി ട്രാൻസ്ഫറും അതേപോലെ തന്നെ മാസ് ട്രാൻസ്ഫറും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു കൺട്രോൾ വോളിയം അപ്രോച്ച് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അത് ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ ഈ പറഞ്ഞ എവിടെയോ പോയി ഒരു ക്ലാസ് റൂമിൽ ഞാൻ ക്ലാസ് എടുക്കാമെന്ന് കരുതുക. ഓക്കെ അല്ലേ? ക്ലാസ് റൂമിലേക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നു. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 60 കുട്ടികൾ ഉണ്ടെന്ന് കരുതാം. ഓക്കെ അല്ലേ? 60 കുട്ടികൾ ഉണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ എൻ്റെ മുന്നിൽ 60 കുട്ടികൾ ക്ലാസ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് ഒരു കുട്ടി, ഒരു 3 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഈ ഉള്ളിലേക്ക് കയറി വന്നു. ഓക്കെ ആണല്ലോ? 3 കുട്ടികൾ ഇതിനുള്ളിൽ കയറി വന്നു. അതേപോലെ തന്നെ ഒരു 5 കുട്ടികൾ ഇതിന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഓക്കെ അല്ലേ? 5 കുട്ടികൾ ക്ലാസ് തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോയി. അതേപോലെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 3 കുട്ടികൾ അകത്തേക്ക് കയറി വരികയും ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ നിങ്ങളൊന്ന് പ്രാക്ടിക്കലും ചിന്തിച്ചു നോക്കിയേ, ഞാൻ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വൈകി വന്ന കുട്ടികളെ ഞാൻ ഇവിടെ പെർമിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ ആദ്യം മുതലേ ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല അല്ലെ. അതേപോലെ പുറത്തേക്ക് പോയ കുട്ടീനെ ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യേണ്ടതുള്ളൂ, എന്ത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ, എൻ്റെ മുന്നിലുള്ള വോളിയത്തിൽ ഞാൻ അങ്ങ് ഫിക്സ് ചെയ്തു അല്ലെ. എൻ്റെ മുന്നിലുള്ള വോളിയത്തിന് ഞാൻ അങ്ങ് ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ അവിടെ ആരൊക്കെ ഉണ്ടോ അതിനെ മാത്രം ഞാൻ സ്റ്റഡി ചെയ്തു അല്ലെ. അതിനെ മാത്രം ഞാൻ, അല്ലെങ്കിൽ ആ മുന്നിലുള്ള കുട്ടികളെ മാത്രം ഞാൻ പഠിപ്പിച്ചു. അത് തന്നെയാണ് ഓപ്പൺ സിസ്റ്റം പറയുന്നത് അല്ലെ. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, എനർജി ട്രാൻസ്ഫർ ഉണ്ട്, മാസ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. പക്ഷെ എന്താണ്, അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺട്രോൾ, വോളിയത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്, വോളിയം കൺട്രോൾ ചെയ്തിട്ടാണ് അവിടുത്തെ പ്രോസസ് നടന്നിട്ട്, അല്ലെങ്കിൽ അത് അവിടുത്തെ സ്റ്റഡി നടക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത്, ഇവിടുത്തെ ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എ സ്പെസിഫൈഡ് മാസ് ഇൻ ഫ്ലൂയിഡ് ഫ്ലോ, ഓപ്ഷൻ ബി മാസ് ദാറ്റ് മൂവ്സ് അക്രോസ് ദ ബൗണ്ടറി, ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് എനർജി അക്രോസ് ദ ബൗണ്ടറി. അപ്പോൾ ഇവിടെ പറയുന്ന ഓപ്ഷൻ ഡി നോക്കിയേ, ഫിക്സഡ് റീജിയൻ ഇൻ സ്പേസ് ഫോർ തെർമോഡൈനാമിക് സ്റ്റഡി അല്ലെ. നമ്മൾ ആ സിസ്റ്റത്തിനെ പറയുന്ന കാര്യമാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ വരുന്നത് ഏതാണ്, കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് ഫിക്സഡ് റീജിയൻ ഇൻ സ്പേസ് ഫോർ തെർമോഡൈനാമിക് സ്റ്റഡി. ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിലെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നതായിരുന്നു, ഓർത്തിരിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, ദിസ് പ്രോസസ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് പ്രോസസ് ഈസ് one which there is only work interaction between the system and the surroundings. വർക്ക് ഇൻട്രാക്ഷൻ മാത്രമേ സിസ്റ്റവും സറൗണ്ടിങ്സ് തമ്മിലുള്ളൂ. അവിടെ നോ ഹീറ്റ് ട്രാൻസ്ഫർ. അവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം, അവിടെ നിന്നാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, നോ ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കി പോവുക. അവിടെ ഓൺലി വർക്ക് ട്രാൻസ്ഫർ പോസിബിൾ, ഓൺലി വർക്ക് ട്രാൻസ്ഫർ, നോ ഹീറ്റ് ട്രാൻസ്ഫർ. അങ്ങനെയാണ് നോ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് പ്രോസസ്സിലാണ് വരുന്നത് നോക്കിയാൽ മതി. ഓപ്ഷൻ എ ഡയാബാറ്റിക് പ്രോസസ്, ഓപ്ഷൻ ബി അഡയാബാറ്റിക് പ്രോസസ്, ഓപ്ഷൻ സി ഐസോതെർമൽ പ്രോസസ്, ഓപ്ഷൻ ഡി ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. നമുക്കറിയാം നോ ഹീറ്റ് ട്രാൻസ്ഫർ മീൻസ് അതെന്താണ്, അഡയാബാറ്റിക് പ്രോസസ് ആണ് അല്ലെ. അഡയാബാറ്റിക് പ്രോസസ് അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി അഡയാബാറ്റിക് പ്രോസസ്, നോ ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് of the following is an example of an isolated system. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ തെർമോ ഫ്ലാസ്ക്, ഓപ്ഷൻ ബി എ കപ്പ് ഓഫ് ഹോട്ട് കോഫി, ഓപ്ഷൻ സി പ്രഷർ കുക്കർ, ഓപ്ഷൻ ഡി ബോയിലിംഗ് വാട്ടർ വിത്തൗട്ട് എ ലിഡ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അറിയേണ്ടത് എന്താണ്, ഈ പറഞ്ഞ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. ഐസൊലേറ്റഡ് സിസ്റ്റം മീൻസ് എന്താണ്, നോ എനർജി ട്രാൻസ്ഫർ, നോ മാസ് ട്രാൻസ്ഫർ അല്ലെ. നോ എനർജി ട്രാൻസ്ഫർ,
നോ എനർജി ട്രാൻസ്ഫർ, അതേപോലെ തന്നെ എന്താണ് നോ മാസ് ട്രാൻസ്ഫർ എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. നോ മാസ് ട്രാൻസ്ഫർ എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മാത്രം മതി, നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എനർജി ഇല്ല, മാസ് ട്രാൻസ്ഫർ നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് നമുക്ക് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇനി ആ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ബോയിലിംഗ് വാട്ടർ വിത്തൗട്ട് എ ലിഡ്, അല്ലെ, ഒരു മൂടി ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നു, വാട്ടറിനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒബ്വിയസ്ലി അവിടെ നിന്ന് സംഭവിക്കും, അതിനുള്ളിൽ കൂടെ അവിടെ നിന്ന് വരുന്ന വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് പോകുന്നുണ്ട്, അല്ലെ, ആവിയായിട്ട് പുറത്തേക്ക് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ. അപ്പോൾ അത് പുറത്തേക്ക് പോകുന്നുണ്ട്, അവിടെ മാസും അതേപോലെ തന്നെ എനർജിയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദെൻ പ്രഷർ കുക്കറിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അതൊരു ക്ലോസ് സിസ്റ്റം ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, എനർജി ട്രാൻസ്ഫർ അവിടെ പോസിബിൾ ആണ്. എ കപ്പ് ഓഫ് ഹോട്ട് കോഫി, ഒരു ഹോട്ട് കോഫി, അതായത് ഒരു കപ്പിലുള്ള ഹോട്ട് കോഫി എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, എനർജി ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. തെർമോ ഫ്ലാസ്ക് നോക്കിയ മക്കളെ, തെർമോ ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അത് തെർമലി ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെ. എന്താണ്, സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഒരു ഇന്ററാക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാസ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല, എനർജി ട്രാൻസ്ഫർ പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ തെർമോ ഫ്ലാസ്ക് ആണ് ഈ പറഞ്ഞ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ദാറ്റ് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ഗ്യാസ്? ഓക്കെ, ഓപ്ഷൻ എ പറയുന്നത് എന്താണ്, ബോയിൽസ് ലോ, ഓപ്ഷൻ ബി ഗാലോ-സാക്സ് ലോ, ഓപ്ഷൻ സി ചാൾസ് ലോ, ഓപ്ഷൻ ഡി അവഗാഡ്രോസ് ലോ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഗ്യാസിന്റെ വോളിയം പ്രഷറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്നുള്ളതാണ്. പി പ്രപ്പോർഷണൽ ടു 1/v എന്ന് എഴുതാം, അല്ലെ. പി പ്രപ്പോർഷണൽ ടു 1/v എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ലോ ആണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഓൾറെഡി പഠിച്ച കാര്യമാണ്, അല്ലെ. ഗ്യാസ് ലോസ് പഠിച്ചിട്ടുണ്ട്. ആ ഗ്യാസ് ലോസിൽ ഗാലോ-സാക്സ് ലോ പറയുന്നത് എന്താണ്, ഗാലോ-സാക്സ് ലോ പറയുന്നത് പി പ്രപ്പോർഷണൽ ടു ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ എന്താണ്, പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഗാലോ-സാക്സ് ലോ എല്ലാം ഒന്ന് മനസ്സിലായി. ഇനി അടുത്ത ചാൾസ് ലോ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ചാൾസ് ലോ പറയുന്നത് എന്താണ്, വി പ്രപ്പോർഷണൽ ടു ടി ആണ്, അല്ലെ. വോളിയം പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ എന്താണ്, വോളിയം എന്താണ്, ടെമ്പറേച്ചറുമായിട്ട് എന്താണ്, പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്, ചാൾസ് ലോയിൽ പറയുന്നത്, അല്ലെ. ഓക്കെ ആണല്ലോ. ദെൻ അവഗാഡ്രോ ലോയിലേക്ക് വന്നാലോ, വോളിയം പ്രപ്പോർഷൻ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. അവിടെ എന്താണ്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും ടെമ്പറേച്ചറുമാണ്. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്, പ്രഷർ ഈസ് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം എന്നുള്ളത് ഏത് ലോ ആണെന്നുള്ളതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എന്താണ്, P is, അതായത് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ P പ്രപ്പോർഷണൽ ടു 1/v എന്ന് എഴുതാം. അപ്പോൾ ഓപ്ഷൻ എ ബോയിൽസ് ലോ ആയിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ്. എല്ലാ ലോയും കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ മാത്രം മതി. ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ഇൻ എ പോളിട്രോപിക് പ്രോസസ് ഇഫ് ദ വാല്യൂ ഓഫ് n equal to 1, then the process will be n equal to 1 എന്ന് പറയുന്ന പ്രോസസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ an adiabatic process, ഓപ്ഷൻ ബി an irreversible process, ഓപ്ഷൻ സി an isothermal process, ഓപ്ഷൻ ഡി a reversible process. നമുക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് അറിയാം എന്താണ് പറഞ്ഞുള്ളത്. PV raised to n equal to a constant എന്നാണ് നമുക്ക് എന്തിനെ പറയാൻ പറ്റുന്നത്, ഒരു പോളിട്രോപിക് പ്രോസസ്സിനെ പറയാൻ സാധിക്കുക അല്ലെ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ. PV raised to 1, n equal to 1 ആണ് അല്ലെ. എ കോൺസ്റ്റന്റ് നമുക്ക് എഴുതാം. ദെൻ PV raised to 1 എന്ന് പറഞ്ഞാൽ നമുക്ക് PV എന്ന് സിമ്പിൾ ആയിട്ട് എഴുതി കൂടെ. PV equal to a constant എന്ന് എഴുതാം. അങ്ങനെയാണ് നമുക്കറിയാം PV equal to a constant എന്ന് പറയുന്നത് അവിടെ എന്താണ്, അവിടെ കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതാണ് എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ
ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന് പറയുന്ന ആ പ്രോസസ്സിന് പറഞ്ഞ പേരെന്താണ്? ഐസോതെർമൽ പ്രോസസ് എന്നാണ്. ഓപ്ഷൻ സി ഐസോതെർമൽ പ്രോസസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആ രീതിയിൽ അതൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ് പുട്ട് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് option A an adiabatic system, option B an isolated system, option C a segregated system, option D a homogeneous system. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു സിസ്റ്റം അതിൻ്റെ എൻവയോൺമെന്റും അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സും നോക്കിക്കഴിഞ്ഞാൽ അതിനെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് എക്സാമ്പിൾ ആണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? നമുക്ക് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് എന്നുള്ളത്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണെന്നുള്ളത് കാരണം എന്താണ്? സിസ്റ്റം എടുത്ത് നോക്കി ആ സിസ്റ്റവും സറൗണ്ടിങ്സും എന്താണ് അത് മൊത്തത്തിൽ നമുക്ക് എന്താണ് ഒരു എൻവയോൺമെന്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലേ എ സർട്ടൻ എഞ്ചിൻ പ്രൊഡ്യൂസേഴ്സ് 10 kilowatt indicated power. Its mechanical efficiency is 70%. Then the frictional power is option A 2 kilowatt, option B 2.5 kilowatt, option C 3 kilowatt, option D 3.5 kilowatt. അപ്പോൾ ചെറിയൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നുള്ള ഡാറ്റ എന്താണ്? ഇൻഡിക്കേറ്റഡ് പവർ തന്നിട്ടുണ്ട് അല്ലേ? ഇൻഡിക്കേറ്റഡ് പവർ IP എന്ന് എഴുതാം. IP is equal to എത്രയാണ്? 10 കിലോവാട്ട് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്കൽ എഫിഷ്യൻസി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 70% ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രിക്ഷണൽ പവർ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഫ്രിക്ഷണൽ പവർ എത്രയാണെന്നുള്ളതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഡാറ്റ. നമുക്കറിയാം ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു പവറാണ് നമുക്കറിയാം അല്ലേ? ഇൻഡിക്കേറ്റഡ് പവർ. ഓക്കെ ആണല്ലോ. അതുപോലെ മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇക്വേഷൻ എന്ന് പറയുന്നത്? ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ എന്നാണ് അല്ലേ? ഇൻറ്റു 100% പറയുമ്പോൾ ഇൻറ്റു 100 വരുന്നു. അങ്ങനെയാണ് നമുക്ക് BP അല്ലേ? മെക്കാനിക്കൽ എഫിഷ്യൻസി 70% നമുക്കത് എന്ത് എഴുതാം? 0.7 എഴുതാലോ. ഓക്കെ 0.7 എഴുതാലോ. BP-യുടെ വാല്യൂ നമുക്കറിയില്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. BP ഡിവൈഡഡ് ബൈ IP. അപ്പോൾ അവിടുന്ന് IP-ന്റെ വാല്യൂ നമുക്ക് അറിയുന്നല്ലേ, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IP-യുടെ വാല്യൂ നമുക്ക് അറിയുന്നുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. എത്രയാണ് IP-ന്റെ വാല്യൂ നമുക്ക് അറിയുന്നത്? എത്ര 10 കിലോവാട്ട് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണ് BP എത്ര കിട്ടും മക്കളെ? BP = 10 × 0.7 എത്ര കിട്ടി? 7 കിലോവാട്ട് എന്ന് കിട്ടിയില്ലേ? 7 കിലോവാട്ട് BP കിട്ടി. അങ്ങനെ BP കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? FP എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിക്ഷണൽ പവർ അല്ലേ? ഫ്രിക്ഷണൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പവർ ഉണ്ട് നമ്മളെ അല്ലേ? എഞ്ചിനുള്ളിൽ ഡെവലപ്പ്, അതിനാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഇനി നമ്മളെ ക്രാങ്ക് ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പവർ നമ്മൾ എന്ത് പറയും? ബ്രേക്ക് പവർ എന്ന് പറയും. അപ്പോൾ ഫ്രിക്ഷണൽ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഉണ്ടാക്കിയെടുത്തുള്ള ഇൻഡിക്കേറ്റഡ് പവറിൽ നിന്ന് നമുക്ക് കിട്ടിയത് എത്രയാണെന്ന് നോക്കുക അല്ലേ? അപ്പോൾ ഇതിന് തന്നെ ഡിഫറൻസ് എടുത്താൽ പോരെ? ഇതിന് തന്നെ ഡിഫറൻസ് എടുത്താൽ അതാണ് അതിന്റെ ലോസ് അല്ലേ? അതാണ് ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത്, അതായത് ഫ്രിക്ഷണൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ FP = എങ്ങനെ എഴുതാം? IP - BP എന്ന് എഴുതാലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ IP എത്ര ഉണ്ട്? 7 കിലോവാട്ട് ആണ്. സോറി 10 കിലോവാട്ട് ആണ് അല്ലേ? 10 കിലോവാട്ട് ആണ് തന്നിട്ടുണ്ട്. 10 കിലോവാട്ട് ആണ് തന്നിട്ടുണ്ട്. ദെൻ BP എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു 7 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 10 - 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി മക്കെ? 3 കിലോവാട്ട് എന്ന് കിട്ടി. 3 കിലോവാട്ട് ഓപ്ഷനിൽ നോക്കുക. ഓപ്ഷൻ സിയിൽ തന്നിട്ടുണ്ട് 3 കിലോവാട്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായി? ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മോൾസ് ടെസ്റ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ഓപ്ഷൻ എ സിംഗിൾ സിലിണ്ടർ SI എഞ്ചിൻ, ഓപ്ഷൻ ബി സിംഗിൾ സിലിണ്ടർ CI എഞ്ചിൻസ്, ഓപ്ഷൻ സി മൾട്ടി സിലിണ്ടർ CI എഞ്ചിൻസ്, ഓപ്ഷൻ ഡി മൾട്ടി സിലിണ്ടർ SI ആൻഡ് CI എഞ്ചിൻസ്. നമുക്കറിയാം മോസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എവിടുത്തെ മൾട്ടി സിലിണ്ടർ എഞ്ചിൻസിലെ അല്ലേ? മൾട്ടി സിലിണ്ടർ എഞ്ചിൻസിലെ ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ CI എഞ്ചിൻസിലും SI എഞ്ചിൻസിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മൾട്ടി സിലിണ്ടേഴ്സ്
പ്ലസ് SI ആൻഡ് CI എഞ്ചിൻസ്, സ്പാർക്ക് ഇഗ്നീഷൻ ആൻഡ് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻസ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള RRB JEE ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ വരാറുള്ളത് എന്നുള്ളത്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ RRB JEE ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ RRB JEE മെക്കാനിക്കലിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് സൈലന്റ് ടെക്നിക്കൽ നിങ്ങളുടെ മുന്നിൽ അഫോർഡബിൾ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ലൈവ് റെക്കോർഡർ ബാച്ചുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ മെന്റർഷിപ്പ് ഓൾറെഡി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തരം ഈ പറഞ്ഞുള്ള ഫീച്ചേഴ്സോടും കൂടി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ പൈസയിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുള്ള നമ്പറിലും ആ ഒരു ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു RRB JEE എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ.